ഇറാൻ എന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ആ രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികം ഇറാന്റെ പരമോന്നത ആത്മീയവും രാഷ്ട്രീയമായ നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ അപ്രതീക്ഷിതമായ വധവും അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പങ്ങൾക്കാണ് വഴി തെളിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് നടന്ന വ്യോമാക്രമണം കേവലം ഒരു വ്യക്തിയുടെ വധമല്ല, മറിച്ച് ഇറാന്റെ അധികാര ഘടനയിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. ഫെബ്രുവരി 28-ന് പുലർച്ചെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്ന US-ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണം ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. അതീവ സുരക്ഷാ മേഖലയായ ഖമേനിയുടെ വസതി ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കം. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് നടത്തിയ ഈ കൃത്യമായ ആക്രമണത്തിൽ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത് ഇറാൻ ഭരണകൂടത്തിന് വ്യക്തിപരമായി വലിയൊരു ആഘാതമായി മാറി. ഖമേനിയുടെ മകൾ, പേരക്കുട്ടി, മരുമകൻ എന്നിവർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി മരണപ്പെട്ടതോടെ ഖമേനിയുടെ കുടുംബം ഏതാണ്ട് പൂർണ്ണമായും ഈ ആക്രമണത്തിൽ ഇല്ലാതായി. ഇതിനു പുറമെ ഇറാന്റെ പ്രതിരോധ മേഖലയിലെ നിർണായക വ്യക്തിത്വങ്ങളായ മിലിറ്ററി ബ്യൂറോ ചീഫ് മുഹമ്മദ് ഷിറാസി, രഹസ്യാന്വേഷണ വിഭാഗം തലവൻ സലാഹ് അസാദി എന്നിവരുടെ മരണം ഇറാന്റെ സൈനിക വീര്യത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. അലി ഖമേനിയുടെ മരണത്തെ തുടർന്നുണ്ടായ ഭരണപരമായ ശൂന്യത നികത്താൻ ഇറാന്റെ അസംബ്ലി ഓഫ് എക്സ്പേർട്ട് വളരെ വേഗത്തിലാണ് തീരുമാനമെടുത്തത്. അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനായ മുജ്തബ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി അവർ പ്രഖ്യാപിച്ചു. ദീർഘകാലമായി ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഒരു നിഴൽ നേതാവായി അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് മുജ്തബ. 1969 സെപ്റ്റംബർ 8-ന് മഷാദിൽ ജനിച്ച മുജ്തബ പിതാവ് അലി ഖമേനിയുടെ വിശ്വസ്തനും ഉപദേശകനുമായിരുന്നു. ഔദ്യോഗികമായി വലിയ പദവികൾ വഹിച്ചിരുന്നില്ലെങ്കിലും പരമോന്നത നേതാവിന്റെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. ഇറാന്റെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗമായ IRGC മുജ്തബയ്ക്ക് അടുത്ത ബന്ധമാണുള്ളത്. ഇറാൻ-ഇറാഖ് യുദ്ധകാലത്ത് സൈനിക സേവനം അനുഷ്ഠിച്ചിട്ടുള്ള മുജ്തബയ്ക്കും സൈന്യത്തിനുള്ളിൽ വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന്റെ നിയമനത്തിന് പിന്നിൽ IRGCയുടെ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നതും പരസ്യമായ രഹസ്യമാണ്. രാജ്യത്തിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്ന മുജ്തബ ഇറാന്റെ വരാനിരിക്കുന്ന നീക്കങ്ങളിൽ കൂടുതൽ ആക്രമണം പുലർത്തുമെന്നാണ് കരുതപ്പെടുന്നത്. ഇറാന്റെ ഭരണ സംവിധാനത്തിൽ സൈന്യത്തിന്, പ്രത്യേകിച്ചും IRGCക്ക് വലിയ സ്ഥാനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഷിയ പോരാളികളെ സഹായിക്കുന്നതിനും ഇറാന്റെ മിസൈൽ ആണവ പദ്ധതികൾ നിയന്ത്രിക്കുന്നതിനും മുന്നിൽ നിൽക്കുന്നത് ഈ വിഭാഗമാണ്. മുജ്തബയുടെ നിയമനം സൈന്യത്തിന് ഭരണകൂടത്തിന്മേലുള്ള പിടിമുറുക്കലിന്റെ തെളിവാണ്. US-ഇസ്രായേൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാരമ്പര്യമായി മതപഠനത്തിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളെക്കാൾ സൈനിക തന്ത്രങ്ങളിൽ അറിവുള്ള മുജ്തബയെ നേതാവായി കാണാനാണ് സൈന്യം താല്പര്യപ്പെട്ടത്. ഇത് ഇറാന്റെ വിദേശ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമായേക്കാം. മുജ്തബ ഖമേനിയുടെ അധികാരത്തിലേക്കുള്ള വരവ് വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഖമേനി കുടുംബത്തെ ലളിത ജീവിതം നയിക്കുന്നവരായി ചിത്രീകരിക്കുമ്പോഴും അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്ന വിവരങ്ങൾ മറ്റൊന്നാണ്. ബ്ലൂംബെർഗ് നടത്തിയ അന്വേഷണ പ്രകാരം മുജ്തബയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ ശതകോടികളുടെ ആസ്തിയുണ്ട്. ലണ്ടനിലെ അതിസമ്പന്നൻ താമസിക്കുന്ന മേഖലകളിൽ മുജ്തബയ്ക്ക് വില്ലകൾ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നേരിട്ട് പേര് ഉപയോഗിക്കാതെ അലി അൻസാരിയെ പോലെയുള്ള ബിസിനസ്സുകാർ വഴിയാണ് ഈ നിക്ഷേപങ്ങൾ നടത്തി വരുന്നത്. ദുബായ്, ഫ്രാങ്ക്ഫർട്ട് തുടങ്ങിയ ഇടങ്ങളിൽ ബാങ്കുകൾ വഴി ഇറാന്റെ എണ്ണപ്പണം മുജ്തബയുടെ താൽപര്യങ്ങൾക്കായി വിനിയോഗിക്കപ്പെടുന്നുണ്ടെന്ന ആരോപണവും ശക്തമാണ്. ഈ സാമ്പത്തിക ആരോപണങ്ങൾ ഇറാന്റെ ജനങ്ങൾക്കിടയിൽ ഭരണകൂടത്തോടുള്ള വിശ്വസ്തത കുറയ്ക്കാനും കാരണമായിട്ടുണ്ട്. ഉപരോധങ്ങൾ മൂലം തകർന്നടിഞ്ഞ ഇറാൻ സമ്പദ് വ്യവസ്ഥയിൽ സാധാരണക്കാർ കഷ്ടപ്പെടുമ്പോൾ ഭരണാധികാരിയുടെ മകൻ വിദേശത്ത് ആഡംബര ജീവിതം നയിക്കുന്നുവെന്ന വാർത്ത വലിയ പ്രതിഷേധങ്ങൾക്കും വരും കാലങ്ങളിൽ കാരണമായേക്കാം. കഴിഞ്ഞ 35 വർഷമായി ഇറാനെ നയിച്ച അലി ഖമേനി പശ്ചിമേഷ്യയിലെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളായിരുന്നു. 1939-ൽ മഷാദിൽ ജനിച്ച അദ്ദേഹം ഷാ ഭരണകൂടത്തിനെതിരെയുള്ള വിപ്ലവത്തിലൂടെയാണ് ജനശ്രദ്ധ നേടിയത്. 1989-ൽ അയത്തുള്ള ഖമേനിയുടെ മരണശേഷം അദ്ദേഹം പരമോന്നത നേതാവായി മാറി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ജന്മനാടായ മഷാദിൽ സംസ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മഷാദിലെ ഇമാം റസ പള്ളി ഷിയ മുസ്ലിങ്ങളുടെ വിശുദ്ധ കേന്ദ്രമാണ്. ഇവിടെ ഖമേനിയുടെ പിതാവ് ജവാദ് ഖമേനിയും സംസ്കരിച്ചിട്ടുണ്ട്. രാജ്യത്ത് 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ. ഈ കാലയളവിനുള്ളിൽ പുതിയ നേതാവിന്റെ ഔദ്യോഗികമായ ചടങ്ങുകളും പൂർത്തിയാകും. മുജ്തബ ഖമേനിയുടെ മുന്നിലുള്ള പാത അത്യധികം ദുഷ്കരമാണ്. അദ്ദേഹം നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളികൾ ഇവയാണ്. ഖമേനി കുടുംബത്തിലേക്ക് അധികാരം പരിമിതപ്പെടുത്തുന്നതിനെതിരെ രാജ്യത്തിനകത്ത് തന്നെ വിമർശനങ്ങളുണ്ട്. പരമോന്നത നേതാവ് എന്ന പദവി ഒരു കുടുംബ സ്വത്തായി മാറുന്നത് മതവിദ്വാൻമാരിൽ ഒരു വിഭാഗത്തിൽ താല്പര്യമില്ലാത്ത കാര്യമാണ്.
തന്റെ പിതാവിനെ വധിച്ച രാജ്യങ്ങളോടുള്ള പ്രതികാരം മുസ്തഫ എങ്ങനെ നടപ്പിലാക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്നു. ഒരു നേരിട്ടുള്ള യുദ്ധം ഇറാന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർത്തിരിക്കുകയാണ്. ജനങ്ങളുടെ അസംതൃപ്തി പരിഹരിക്കുക എന്നത് മുസ്തഫയ്ക്ക് വലിയ വെല്ലുവിളിയാകും. മുസ്തഫയ്ക്ക് മേൽ ഇതിനോടകം തന്നെ അമേരിക്കൻ ഉപരോധങ്ങളുമുണ്ട്. ഒരു ബഹിഷ്കൃത നേതാവ് എന്ന നിലയിൽ ആഗോളതലത്തിൽ ഇറാനെ പ്രതിനിധീകരിക്കുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇറാനിലെ അധികാരമാറ്റം വെറും ഒരു കുടുംബ ഭരണത്തിന്റെ തുടർച്ചയല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. IRGCയുടെ പിന്തുണയോടെ മുസ്തഫ ഖമേനി അധികാരമേൽക്കുമ്പോൾ ഇറാൻ കൂടുതൽ സൈനികവൽക്കരിക്കപ്പെട്ടേക്കാം. അതേസമയം പുറത്തുവരുന്ന അഴിമതി ആരോപണങ്ങളും കുടുംബവാഴ്ചയ്ക്കെതിരെയുള്ള വികാരവും ഭരണകൂടത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ ഇറാന്റെ ഓരോ നീക്കവും ലോക സമാധാനത്തെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തനായ സൈനിക ശക്തികളിൽ ഒന്നാണ് ഇറാൻ. കേവലം പരമ്പരാഗത സൈന്യത്തിന് പുറമെ സമാന്തരമായി പ്രവർത്തിക്കുന്ന IRGC ഇറാന്റെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ കരുത്ത് നൽകുന്നു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും തന്ത്രപ്രധാനമായ സൈനിക നീക്കങ്ങളും നിയന്ത്രിക്കുന്നത് IRGC ആണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരം ഇറാന്റെ കൈവശമാണുള്ളത്. 2000 കിലോമീറ്ററിലധികം ഭൂപരിധിയുള്ള ഖൈബർ ഷഹാബ് 3 തുടങ്ങിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ ശേഷിയുള്ളവയാണ്. കൂടാതെ അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ വികസിപ്പിച്ചിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന എന്നാൽ മാരകമായ ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ ഇറാൻ വലിയ മുന്നേറ്റം നടത്തിയിട്ടുമുണ്ട്. ഷാഹിദ് ശ്രേണിയിലുള്ള ഡ്രോണുകൾ ആധുനിക യുദ്ധമുഖങ്ങളിൽ തങ്ങളുടെ പ്രഹരശേഷി തെളിയിച്ചവയാണ്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ ഇറാന്റെ നാവികസേനയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. അന്തർവാഹിനികളും വേഗതയേറിയ ചെറിയ ബോട്ടുകളും ഉപയോഗിച്ച് ശത്രുക്കളുടെ ചരക്കു നീക്കം തടയാൻ അവർക്ക് സാധിക്കുന്നു. ഔദ്യോഗികമായി ആയുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് അവകാശപ്പെടുമ്പോഴും ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതികൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാണ്. ഉപരോധങ്ങൾക്കിടയിലും തദ്ദേശീയമായി ആയുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഇറാന്റെ കഴിവ് അവരെ മേഖലയിലെ അജേയമായ ശക്തിയാക്കി മാറ്റുന്നു. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സൈനിക സഹകരണം ഇറാന്റെ പ്രതിരോധ ശേഷിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുമുണ്ട്.